കൂട്ടുകാരെ, ഇന്ന് ഞാൻ 3 പഴം വെച്ചിട്ടാണ് പഴം കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് ആവാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കുകയാണ്. എന്നാൽ നമുക്കിത് പഴം തോല് പൊളിച്ച് നമുക്ക് ചെറുതാക്കി മുറിക്കണം. ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെക്കണം. ചെറുതാക്കി ഇത് മുറിച്ചെടുക്കുകയാണ് പഴം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. 3 പഴം എടുത്ത് 3 മുറിച്ച് കഴിയാനായി. ഇത് കനം കുറച്ച് മുറിക്കണം. ഇനി ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇടാം. ഞാൻ പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പഴം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. വറുത്തിട്ട് ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 മുറി തേങ്ങ അതിലേക്ക് ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 പഴം എടുത്തുകൊണ്ടാണ് ഞാൻ 1 മുറി തേങ്ങ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 1 കപ്പ് തേങ്ങ കുറച്ചിട്ടാൽ മതി. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ തേങ്ങേൻ്റെ വെള്ളം ഇങ്ങനെ വലിഞ്ഞ് വന്നാൽ മതി. ചുവന്ന് ഉണ്ടാവുമൊന്നും വേണ്ട. നല്ലപോലെ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതിന് പാകത്തിട്ട് കുറച്ച് റവ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് റവ ഇട്ട് കൊടുക്കുക. ഞാൻ കപ്പിൽ കണക്കാക്കിയിട്ടൊന്നുമല്ല ഇടുന്നത്. അതിന് പാകത്തിൽ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിൽ കണക്കാക്കിയിട്ട് ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിന് മധുരം ഉണ്ടാവും, അതിനനുസരിച്ചുള്ളത് മതി. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ. നെയ്യ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ വറുത്ത് വെച്ച റവയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് ഒതുങ്ങി വെന്ത് വരണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇനി ഇത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ട് ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇനി അത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം. അത് നല്ലോണം നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ ആ പലഹാരം ചൂടാറിയപ്പോൾ അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിൽ ഓരോരോ ഉണ്ടാക്കി എടുത്ത്. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.